വെൽക്കം. നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കയറാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബാങ്ക്, അതായത് നമ്മുടെ അക്കൗണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളം, അതിനെ നമുക്ക് ബാങ്ക് ബുക്ക് എന്ന് പറയാം. അപ്പൊ ബാങ്ക് ബുക്കും നമ്മുടെ ബാങ്കിൽ നിന്ന് തരുന്ന പാസ്ബുക്കിനകത്ത് എൻട്രീസ് എഴുതുന്നത് ബാങ്കുകാരായിരിക്കും അല്ലെ. നമ്മുടെ ബാങ്ക് ബുക്ക് അതായത് ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളം മെയിൻറ്റെയിൻ ചെയ്തത് നമ്മുടെ അക്കൗണ്ടന്റ് ആയിരിക്കും. അപ്പൊ ഇത് തമ്മിൽ ചില മിസ് മാച്ചസ് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് ബാങ്ക് റീകൺസിലിയേഷന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു പ്രോബ്ലം ഒക്കെ ചെയ്യണം. അപ്പോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്ക് ബുക്കിലും പാസ്ബുക്കിലും മിസ്മാച്ചസ് വരാൻ കാരണമായിട്ടുള്ള കുറച്ച് ഐറ്റംസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഫോമിൽ ഈ ബാങ്ക് റിക്കൺസിലിയേഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ പോവാണ്. അപ്പൊ ബാങ്ക് ബുക്കും പാസ്ബുക്കും പറയാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കൈ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ബാങ്ക് ബുക്ക്, അതായത് ഇപ്പൊ നമ്മുടെ പാസ്ബുക്ക് എന്ന് പറയുന്നത് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ. അപ്പം അതിനകത്ത് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും വരുത്താൻ പറ്റില്ല. നമ്മുടെ ക്യാഷ് ബുക്കിനെ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തെ നമുക്ക് എന്താക്കണം, ഈ പാസ്ബുക്കുമായിട്ട് ടാലി ആക്കി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാഷ് ബുക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടുന്നത്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്കില് ബാങ്ക് ബുക്കിനേക്കാൾ എന്തെങ്കിലും ഇൻകംസ് കൂടി നിൽക്കുവാണെങ്കിൽ അത് നമ്മൾ ഇവിടെ പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറയ്ക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാങ്ക് ബുക്കിനേക്കാൾ എന്തെങ്കിലും എക്സ്പെൻസസ് കൂടി നിൽക്കുവാണെങ്കിൽ അത് ക്യാഷ് ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കുകയോ കൂട്ടുകയോ അതിനനുസരിച്ച് എന്താ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങൾ ഈ പ്ലസും മൈനസും ഒന്നും നോക്കണ്ട. നമ്മൾ ഫസ്റ്റ് ഇപ്പം നമ്മുടെ നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചില അഡ്ജസ്റ്റ്മെന്റ്സുകൾ, പ്ലസ് ചെയ്യാനുള്ള ഐറ്റംസ് പ്ലസ് ചെയ്ത് മൈനസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ മൈനസ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ എവിടെ എത്തുന്നത്, നമ്മുടെ പാസ്ബുക്കിന്റെ ബാലൻസിലായിരിക്കും എത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത് എവിടെ, നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടുന്നത്, എടുത്തെഴുതേണ്ടുന്നത്. അവിടെ നിന്നാണ് ആ ക്യാഷ് ബുക്കിന്റെ ബാലൻസിലല്ലേ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഐറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഫോർമാറ്റ് വെച്ച് ഒന്നുകൂടി പറയാം. ചെക്ക് ഇഷ്യൂഡ് ഓർ ഡ്രോൺ ബട്ട് നോട്ട് എറ്റ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതായത് ഇപ്പൊ നമ്മളെ ABC ലിമിറ്റഡ് ആണ്. നമ്മൾ ABC ലിമിറ്റഡ് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എവിടെയാ നമ്മുടെ ക്യാഷ് ബുക്ക് ആണിത്. നമ്മുടെ ക്യാഷ് ബുക്ക് ആണ് ഇത്, നമ്മുടെ പാസ്ബുക്ക് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടന്റ് ആണ്, അതായത് നമ്മളാണ്. ഓക്കെ, അപ്പം നമ്മൾ ABC ലിമിറ്റഡ് ആണ്. ABC ലിമിറ്റഡ് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പൊ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് കുറയ്ക്കും. പക്ഷേ ഈ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ, നമ്മുടെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തത്. പക്ഷെ അവരത് ബാങ്കിൽ കൊണ്ടുപോയി പേയ്മെന്റ് നടത്തിയിട്ടില്ല. പേയ്മെന്റ് നടത്താത്ത പക്ഷം നമ്മുടെ പാസ്ബുക്കിലെ ബാലൻസ് എന്ത് ചെയ്ത് നിൽക്കുകയാണ്, കൂടി നിൽക്കുകയാണ്. പക്ഷെ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഓൾറെഡി കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്കിൽ നിന്നും പാസ്ബുക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? അതാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഐറ്റം വരുന്നത് കണ്ടോ,
ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദ ബാങ്ക് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. അപ്പൊ നമ്മുടെ ബാങ്ക് നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഒക്കെ തരികയാണ്. ഇപ്പൊ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് ഒരു 100 റുപ്പീസ് വന്നു എന്ന് വെച്ചു. നമ്മുടെ ബാങ്കിലേക്ക് അത് 100 റുപ്പീസ് വന്നു, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ബാങ്കിലെ പാസ്ബുക്കിൽ 100 റുപ്പീസ് കൂടി. ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ ബാലൻസ് കൂടി എന്നല്ലേ അർത്ഥം. അപ്പൊ നമ്മുടെ പാസ്ബുക്കിൽ ബാലൻസ് കൂടി നിൽക്കുകയാണ്, ക്യാഷ് ബുക്കിൽ അത്രയും രൂപ കുറഞ്ഞു നിൽക്കുക. അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ അത് ഈക്വൽ ആവും. ഇനി അടുത്ത ഐറ്റം ആണ് എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ബൈ കസ്റ്റമർ ഇൻ അവർ ബാങ്ക് അക്കൗണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണെങ്കിലും ജസ്റ്റ് ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ സബ് കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്നും ക്രെഡിറ്റ് പർച്ചേസ് കൊണ്ടുപോയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അവര് ക്യാഷ് ഡയറക്ട്ലി ബാങ്കിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ബാങ്കിലേക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് കൂടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്ക് എന്ത് ചെയ്യാണ്? ബാങ്ക് പാസ്ബുക്കിൽ കൂടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കുകയാണ്. സോ ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എമൗണ്ട് ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അടുത്ത ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് കളക്ടഡ് ബൈ ബാങ്ക് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റോ ഡിവിഡൻഡ് ഇൻകമോ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വേറെ കമ്പനിയുടെ ഷെയർസിലോ സെക്യൂരിറ്റീസിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് റിട്ടേൺ നമുക്ക് കിട്ടുമല്ലോ, ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ ഒക്കെ കിട്ടും. അപ്പൊ അത് പാസ്ബുക്കിലാണ്, ബാങ്കാണ് ഡയറക്ട്ലി കളക്ട് ചെയ്യുന്നതെങ്കിൽ ആ എമൗണ്ട് കിട്ടുമ്പോൾ നമ്മുടെ പാസ്ബുക്ക് കൂടി നിൽക്കും. നമ്മുടെ അക്കൗണ്ടന്റ് അത് അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കും. അപ്പം ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്യും? ആഡ് ബാക്ക് ചെയ്യും. മനസ്സിലായല്ലോ. അടുത്തതാണ് ചെക്ക് പെയ്ഡ് ഇൻ ബാങ്ക് ബട്ട് ഒമിറ്റഡ് ടു ബി എന്റർഡ് ഇൻ ക്യാഷ് ബുക്ക്. അതും സെയിം തന്നെയാണ്. നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്കിൽ ഒരു ചെക്ക് പേ ചെയ്തിട്ടുണ്ട്, അത് അപ്പം ചെക്ക് കൊടുത്തു വിട്ടു. ഓക്കെ, അപ്പൊ നമ്മുടെ ബാങ്ക് ബുക്കിൽ, അതായത് പാസ്ബുക്കിൽ അത് കൂടി നിൽക്കുകയാണ്. പാസ്ബുക്കിൽ ചെക്ക് നമ്മൾ എവിടെന്നെങ്കിലും കിട്ടിയ ചെക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ബാങ്കിൽ പേ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്കിൽ ആ എമൗണ്ട് കാണിച്ചിട്ടില്ല. അപ്പൊ എന്താണ്? ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കുന്നു, പാസ്ബുക്ക് കൂടി നിൽക്കുന്നു. അപ്പൊ ഈ കുറഞ്ഞു നിൽക്കുന്ന ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ എനി റോങ് ക്രെഡിറ്റ് ഗിവൺ ബൈ ബാങ്ക് ഇൻ പാസ്ബുക്ക്. അതായത് ഇപ്പം പാസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂട്ടി, എന്തെങ്കിലുമൊക്കെ ഇൻകം നമുക്ക് കൂട്ടി പാസ്ബുക്കിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ക്യാഷ് ബുക്കിൽ അത് കാണിച്ചിട്ടില്ല. ആ സിറ്റുവേഷനിൽ നമ്മുടെ ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഐറ്റം ആഡ് ബാക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ ലെസ് ചെയ്യുന്ന ഐറ്റംസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ലെസ് ചെയ്യുന്ന ഐറ്റംസ് ആണെന്ന് വിചാരിക്കുക വേണ്ട, നമ്മൾ അത് ലോജിക്കിലൂടെ നമ്മളത് മനസ്സിലാക്കും. ചെക്ക് പെയ്ഡ് ഇൻ ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് യെറ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. അതായത് നമുക്ക് എവിടുന്ന് ഒരു ചെക്ക് കിട്ടി, നമ്മൾ അത് കളക്ഷന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ അത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ബാങ്ക് ഇതുവരെ അത് എന്ത് ചെയ്തിട്ടില്ല? ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് ചെക്ക് കിട്ടുന്ന സമയത്ത് തന്നെ, അതായത് ബാങ്കിൽ നമ്മൾ ചെക്ക് കളക്ഷന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ ക്യാഷ് ബുക്കിൽ നമ്മൾ ബാങ്ക് കൂടിയെന്നും പറഞ്ഞിട്ട് കാണിക്കും. പക്ഷെ പാസ്ബുക്കിൽ ബാങ്ക് ഇത് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് തന്നാലല്ല പാസ്ബുക്ക് കൂടത്തുള്ളൂ. ഇപ്പൊ പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുക, ക്യാഷ് ബുക്ക് കൂടി നിൽക്കുക. നമുക്ക് പാസ്ബുക്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്യാഷ് ബുക്കിൽ വേണം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ. അപ്പൊ കുറഞ്ഞു നിൽക്കുന്ന പാസ്ബുക്കിന്റെ അടുത്തേക്ക് ഈ കൂടി നിൽക്കുന്ന ക്യാഷ് ബുക്കിനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ എമൗണ്ട് നമ്മൾ കുറയ്ക്കണം. അത്രേ ഉള്ളൂ. അടുത്തതാണ് ചെക്ക് പെയ്ഡ് ഇൻ ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് ഡിസോണേർഡ് ബൈ ദ ബാങ്ക്. അതായത് ഇപ്പോ ചെക്ക് പെയ്ഡ് ഇൻ ടു ദ ബാങ്ക് ഫോർ ഡിസോണർ. ഈ ഡിസോണർ എന്ന് പറഞ്ഞാൽ, ചെക്ക് ഡിസോണർ ആവുക എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ഒരാൾക്ക് ഒരു ചെക്ക് കൊടുത്തു, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു ചെക്ക് ഇങ്ങോട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഒരു 10,000 റുപ്പീസിന്റെ ചെക്ക് കിട്ടി. നമ്മൾ എന്ത് ചെയ്യും? ഈ ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ഇത് അടയ്ക്കുന്ന സമയത്ത് ഈ ചെക്ക് തന്നിരിക്കുന്ന അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തൊരു അക്കൗണ്ടിൽ നിന്നാണ് ഇയാൾ ചെക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചെക്ക് മടങ്ങുക, ബൗൺസ് ആവുക, ഡിസോണർ ആവുക എന്നൊക്കെ നമുക്ക് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ്. ഇത് നമ്മൾ തിരിച്ചങ്ങോട്ടും വരാം. നമ്മളിപ്പോ ആർക്കെങ്കിലും ചെക്ക് കൊടുക്കുന്നു, പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ അത്രയും ക്യാഷ് ഇല്ല, അപ്പൊ ആ ചെക്ക് എന്താവും? ഡിസോണർ ആവും എന്ന് പറയാം. അപ്പം നമ്മള് കളക്ഷന് വേണ്ടിയിട്ട് ബാങ്കിൽ ചെക്ക് കൊടുക്കുന്നു, പക്ഷെ അത് എന്താണ്? ഡിസോണർ ആവുന്നു. കളക്ഷന് വേണ്ടി ചെക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കിട്ടിയ ചെക്കാണ്. അപ്പൊ നമുക്ക് ചെക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാങ്ക് കൂട്ടി കാണിക്കും, പക്ഷെ അത് ഡിസോണർ ആയില്ലേ? ഇപ്പൊ പാസ്ബുക്കിൽ ആ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല, കുറഞ്ഞു നിൽക്കുക. അപ്പൊ ഈ ക്യാഷ് ബുക്ക് പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കാണിക്കും അത്ര എമൗണ്ട്.
ഇനി ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ബാങ്ക് അക്കോർഡിംഗ് ടു ദ പ്രയർ ഇൻസ്ട്രക്ഷൻസ്. അതായത് ഇപ്പൊ നമ്മൾ ബാങ്കിനോട് ചില ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസോ പെനാലിറ്റീസ് അങ്ങനെയുള്ള സാധനം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഇതൊക്കെ ഡ്യൂ ആവുന്നതിന്റെ ബേസിസിൽ ബാങ്ക് തന്നെ പേയ്മെന്റ് നടത്തിക്കോളാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. നമുക്ക് ആക്ടിങ് ഇൻസ്ട്രക്ഷൻ എന്നോ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറയാം. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് നടത്തി. അപ്പൊ പാസ്ബുക്കിൽ കുറഞ്ഞു. പക്ഷെ നമ്മുടെ അക്കൗണ്ടന്റ് ഇത് അറിഞ്ഞിട്ടില്ല, ക്യാഷ് ബുക്ക് കൂടി തന്നെ നിൽക്കുക. അപ്പൊ ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ആ എമൗണ്ടിനെ നമുക്ക് കുറയ്ക്കണം. ഇത്രയേ ഉള്ളൂ. അടുത്തത് ബാങ്ക് ചാർജസ് കമ്മീഷൻ ചാർജ്ഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് ചാർജസ് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഫോണിലൊക്കെ മെസ്സേജ് വരാറില്ലേ, ATM ചാർജ് കളക്ട് ചെയ്തു എന്നും പറഞ്ഞിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ SMS ചാർജ് ഡെബിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് SMS വരാം. അപ്പം ആ സിറ്റുവേഷനിൽ നമ്മുടെ പാസ്ബുക്ക് ഉണ്ടല്ലോ, പാസ്ബുക്കിൽ അവര് ആ എമൗണ്ട് ബാങ്ക് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അക്കൗണ്ടിൽ നിന്ന് പോവുക എന്നാണ് അർത്ഥം അല്ലേ. അപ്പൊ ഡെബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പാസ്ബുക്കിൽ ആ എമൗണ്ട് കുറയുന്നുണ്ട്. പക്ഷെ അക്കൗണ്ടന്റ് ഇത് അറിയുന്നില്ല, ക്യാഷ് ബുക്ക് ഇപ്പോഴും കൂടി തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഈ കൂടി നിൽക്കുന്ന പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിനെ കുറഞ്ഞു നിൽക്കുന്ന പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ആ എമൗണ്ട് ലെസ് ചെയ്യണം. അത്രേ ഉള്ളൂ. അടുത്തതാണ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. അതായത് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിലും പാസ്ബുക്ക് തമ്മിൽ ഡിഫറൻസ് വരും. സോ ചെക്ക് നമ്മൾ ഒരാൾക്ക് ഇഷ്യൂ ചെയ്തതാണ് അല്ലെ, അപ്പൊ ആ ചെക്ക് അയാൾ കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത് ക്യാഷ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാസ്ബുക്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബാലൻസ് കുറയും. പക്ഷെ ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ ഒമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, വിട്ടുപോയി, മറന്നുപോയി, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അർത്ഥം. അപ്പം എന്താണ്, ക്യാഷ് ബുക്ക് കൂടി നിൽക്കുകയാണ്, പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഈ ക്യാഷ് ബുക്കിനെ ഈ പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. നെക്സ്റ്റ്, ഇനി റോങ് ഡെബിറ്റ് ഗിവൺ ബൈ ദ ബാങ്ക് ഇൻ ദ പാസ്ബുക്ക്. അതായത് പാസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ റോങ് ആയിട്ട് നമ്മളെ ബാങ്ക് ഡെബിറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കുറഞ്ഞിട്ടുണ്ടെന്നല്ല അർത്ഥം. അപ്പൊ നമുക്ക് നമ്മുടെ ക്യാഷ് ബുക്ക് അവിടെ കൂടി നിൽക്കുക, പാസ്ബുക്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ ക്യാഷ് ബുക്കിനെ കുറച്ച് ആ പാസ്ബുക്കിന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പം ഇതെല്ലാം കൂട്ടി, അതായത് ഈ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട്, ആക്ച്വലി അത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ തരും. ആൻഡ് ഈ ഐറ്റംസ് കുറച്ച് ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യാനുള്ളതും ലെസ് ചെയ്യാനുള്ളതും ഉണ്ടാവും. അപ്പം ആഡ് ചെയ്യാനുള്ളതെല്ലാം ആഡ് ചെയ്ത് ലെസ് ചെയ്യാനുള്ളതെല്ലാം ലെസ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഒരു ബാലൻസ് വരും. ആ ബാലൻസ് എന്ന് പറയുന്നതായിരിക്കും ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് നമ്മൾ പഠിച്ചു അല്ലെ, സിമ്പിൾ ആയിട്ട് പഠിച്ചു. ഈ ഫോർമാറ്റ് ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യം നമുക്ക് വന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. പക്ഷേ ഈ ഫോർമാറ്റ് വെച്ച് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഫോർ ബെറ്റർ ക്ലാരിറ്റി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ബാങ്ക് റിക്കൺസിലിയേഷന്റെ ശരിക്കും ബാങ്ക് റിക്കൺസിലിയേഷൻ ഒരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലേഴ്സ്, ഇവിടെ പ്ലസ് ഒന്നും മൈനസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ആകെ ഒരു എമൗണ്ട് കോളേ ഉണ്ടാവും, നമ്മുടെ ശരിക്കുള്ള എമൗണ്ട് കോളം. പിന്നെ നമ്മൾ വർക്കിങ്സിന് വേണ്ടിയിട്ട്, അതായത് ഈ പ്ലസ് ചെയ്യാനുള്ള ഐറ്റംസും മൈനസ് ചെയ്യാനുള്ള ഐറ്റംസും ഒക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ഇന്നർ കോളത്തിൽ നമ്മൾ എഴുതില്ലേ, ആ ഒരു ഇന്നർ കോളമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോളം വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോ ആദ്യം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നമ്മുടെ ഫോർമാറ്റ് കണ്ടില്ലേ, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ എന്നാണ് ഇതിന്റെ ഹെഡിങ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള എമൗണ്ട് കോളം എന്ന് പറയുന്നത്. നമ്മുടെ ശരിക്കുള്ള എമൗണ്ട് കോളം ഇതാണ്. ഇത് നമ്മളൊരു ഇന്നർ കോളം ആയിട്ട് നമ്മുടെ ഈ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നതാണ്. അപ്പൊ നമുക്ക് രണ്ട് എമൗണ്ട് കോളം ചെയ്യാം. ഇതാണ് നമ്മുടെ ആക്ച്വൽ എമൗണ്ട് കോളം എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് വൺ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, നമ്മള് ആദ്യം എന്താ ചെയ്യാ, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ക്യാഷ് ബുക്കിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുന്ന നമ്മൾ പറഞ്ഞു, അത് എടുത്തങ്ങ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ആഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കുറച്ച് സ്പേസ്, ഒരു മൂന്നോ നാലോ അഞ്ചോ ലൈൻസ് അവിടെ വിടുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് എന്താണ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതി ആഡ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ട് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് എഴുതണം. ഓരോന്നും നോക്കി നമുക്ക് പോവാം, അല്ലാതെ ആഡ് ചെയ്യാനുള്ളത് ഫുൾ എഴുതി ലെസ് ചെയ്യാനുള്ളത് ഫുൾ എഴുതുന്നത് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മള്
ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇവിടെ നോക്കിക്കേ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാഷ് ബുക്ക് ബാലൻസ് 7,800 rupees ആണ്. ഓൺ കമ്പയറിംഗ് ക്യാഷ് ബുക്ക് വിത്ത് പാസ്ബുക്ക് ദ ഫോളോയിങ് ഡിസ്ക്രിപ്പൻസീസ് വെയർ ഫൗണ്ട്. എന്തൊക്കെയാണ്? പ്രിപ്പയർ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്ബുക്ക് ബാലൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ പാസ്ബുക്കിന്റെ ബാലൻസ് ഈ എമൗണ്ട് വരണം. ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് അറിയാൻ പറ്റും ആൻസർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്കിത് ഓരോന്നും വായിച്ച് പിന്നെയും വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഫോർമാറ്റ് എഴുതാം. പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട് കോളം, ദെൻ അടുത്തൊരു എമൗണ്ട് കോളം. അപ്പം എല്ലാവരും ഫോർമാറ്റ് ഒക്കെ ഒന്ന് വരയ്ക്കുക. ഓക്കെ, 3 കോളം വേണം, ഒരു പെർട്ടിക്കുലേഴ്സ് കോളം വേണം, 2 എമൗണ്ട് കോളം വേണം. ദെൻ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നോക്കാം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ക്യാഷ് ബുക്ക് ബാലൻസ് തന്നിട്ടില്ലേ 7,800. അത് നമ്മൾ ആദ്യം അങ്ങ് എടുത്ത് എഴുതണം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയാണ്? 7,800 എന്ന് പറഞ്ഞു. അത് നമ്മൾ ശരിക്കും എഴുതേണ്ടുന്നത് നമുക്ക് 2 എമൗണ്ട് കോളം ഉണ്ട് അല്ലെ. അപ്പം ഈ നമ്മുടെ ഔട്ടർ കോളത്തിലാണ് നമ്മൾ ഈ ക്യാഷ് ബുക്കിന്റെ എമൗണ്ട് എഴുതേണ്ടത്. കാരണം ഈ എമൗണ്ടുമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എവിടെ എഴുതും? ഔട്ടർ എമൗണ്ട് കോളത്തിൽ എഴുതും. ഇനി നമുക്ക് ട്രാൻസാക്ഷൻസ് നോക്കാം. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ട്രാൻസാക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റർ ₹3,000. അപ്പം നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചെക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ അത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളൊരു ചെക്ക് കൊണ്ടുപോയി ബാങ്ക് കൊടുക്കുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് എഴുതും? പൈസ കിട്ടി എന്ന് പറഞ്ഞിട്ട് ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടി കാണിക്കും. അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്ക് എന്ത് ചെയ്ത് നിൽക്കുകയാണ്? കൂടി നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ പാസ്ബുക്ക് എന്ത് ചെയ്തിട്ടില്ല? പാസ്ബുക്കിൽ ഇതുവരെയും അവർ എന്ത് ചെയ്തിട്ടില്ല? എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, നോട്ട് ക്രെഡിറ്റഡ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ പാസ്ബുക്കിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് പാസ്ബുക്കിന്റെ ബാലൻസ് കുറഞ്ഞു നിൽക്കുകയാണ്, ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കൂടി നിൽക്കുകയാണ്. അപ്പൊ ഈ കുറഞ്ഞു നിൽക്കുന്ന പാസ്ബുക്കിന്റെ ബാലൻസിലേക്ക് കൂടി നിൽക്കുന്ന ക്യാഷ് ബുക്കിന്റെ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിനെ കുറച്ച് പാസ്ബുക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. എത്രയാണ്? 3,000. നമുക്ക് നോക്കാം. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ആൻഡ് എത്രയാണ്? 3,000 അല്ലെ. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പൊ അതിനാണ് നമ്മൾ ആദ്യമേ ഈ ആഡ് എന്ന് എഴുതിയിട്ട് ഒരു 3-4 ലൈൻ വിട്ടിട്ട് പിന്നെ ലെസൺ എഴുതാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് നോക്കി എഴുതി പോകാൻ പറ്റും. ഓക്കെ, അടുത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സപ്ലയർ ഉണ്ട്. നമ്മൾ അവരുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഇതുവരെ അത് ബാങ്കിൽ കൊണ്ടുപോയി പേയ്മെന്റ് ആക്കി മാറ്റിയിട്ടില്ല. അപ്പോ നമുക്കൊരു ക്രെഡിറ്റർ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള ആളല്ലേ നമ്മുടെ ക്രെഡിറ്റർ. അപ്പൊ നമുക്കൊരു ക്രെഡിറ്റർ ഉണ്ട്. ക്രെഡിറ്ററിന് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്രൂവൽ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്ത് വെക്കും? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത സമയത്ത് തന്നെ നമ്മളെ ബാങ്ക് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ബാലൻസ് കുറച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഇതുവരെയും ബാങ്കിൽ കൊണ്ടുപോയി അത് എന്ത് ചെയ്തിട്ടില്ല? പേയ്മെന്റിന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്തിട്ടില്ല. സോ പ്രസന്റ് ചെയ്ത് പേയ്മെന്റ് വാങ്ങിക്കൊണ്ട് പോയാലേ നമ്മുടെ പാസ്ബുക്കിന്റെ ബാലൻസ് കുറയത്തുള്ളൂ. പക്ഷെ ഇപ്പൊ പാസ്ബുക്കിന്റെ ബാലൻസ് കൂടി നിൽക്കുകയാണ്. അപ്പം ഈ ക്യാഷ് ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി പാസ്ബുക്കിന്റെ ബാലൻസിന്റെ അടുത്തോട്ട് എത്തിക്കണം അല്ലെ. നോക്കിക്കേ, യെസ്, അത് തന്നെ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ₹1,500 ആണ് അല്ലെ. അതെ. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ ഐറ്റം നോക്കാം. മൂന്നാമത്തെ ഐറ്റം ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് ₹2,000. നമ്മൾ നേരത്തെ നമ്മുടെ ഫോർമാറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ബാങ്ക് ചില പേയ്മെന്റ് നടത്തും. സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ബാങ്ക് പേയ്മെന്റ് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു പേയ്മെന്റ് നടത്തിയതാണ് നമ്മുടെ ബാങ്ക്. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുമ്പോൾ നമ്മുടെ ഇതെന്താണ്? നമ്മുടെ പാസ്ബുക്ക് ആണ്. അപ്പൊ പാസ്ബുക്കിൽ ബാലൻസ് എന്ത് ചെയ്യും? കുറയും അല്ലെ. പക്ഷെ നമ്മുടെ അക്കൗണ്ടന്റ് ഇത് അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല. റിക്കൺസിലേഷൻ ചെയ്യുന്ന സമയത്താണ് അക്കൗണ്ടന്റ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുവരെ നമ്മുടെ അക്കൗണ്ടന്റ് ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ നമ്മളത് കുറച്ചിട്ടുണ്ടോ? കുറച്ചിട്ടില്ല, കൂടി നിൽക്കുകയാണ്. സോ ആ കൂടി നിൽക്കുന്ന ക്യാഷ് ബുക്ക് ഈ പാസ്ബുക്കിന്റെ അടുത്ത് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് ലെസ് ചെയ്യണം അല്ലെ.
അപ്പം ഈ 2000 നമുക്ക് ലെസ് ചെയ്തേക്കുവാണോ നോക്കാം. യെസ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് നമ്മൾ ലെസ് ചെയ്തേക്കാണ് 2000. ഇനി നെക്സ്റ്റ് അടുത്ത ഏതാണ്? ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് ₹400. ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്. നമ്മളിപ്പോ ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് കൂടി അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നു എന്നൊക്കെയല്ലേ. അപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് ഇപ്പം എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ്, എന്തെങ്കിലും ക്യാഷ് നമ്മുടെ ബാങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ഒക്കെ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ FD ആവാം, അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ സേവിങ്സ് ബാങ്കിനകത്താണെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ₹400 ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പാസ്ബുക്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യും? കൂടും. പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്ക് നമ്മൾ അത് അറിഞ്ഞിട്ടില്ല അക്കൗണ്ടന്റ്, അതുകൊണ്ട് ഇത് എന്ത് ചെയ്തിരിക്കുകയാണ്? ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കുകയാണ്. സോ ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ നോക്കി ആഡ് ചെയ്തേക്കുവാണോന്ന്? ബാങ്ക് ഇൻട്രസ്റ്റ് ഇതാ ആഡ് ചെയ്തേക്കാണ്. ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക് ₹400. മനസ്സിലായില്ല എല്ലാവർക്കും? ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ ₹4000. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് വന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അതായത് നമ്മളിപ്പോ ക്രെഡിറ്റ് പർച്ചേസ്, അതായത് നമ്മുടെ കയ്യിൽ നിന്നും ക്രെഡിറ്റ് പർച്ചേസിന് വാങ്ങിക്കൊണ്ട് പോയ ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മുടെ ബാങ്കിൽ തന്നെ ഡയറക്റ്റ് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നമ്മളത് അറിയുന്നില്ല. അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. അപ്പൊ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് കസ്റ്റമർ നടത്തുമ്പോൾ നമ്മുടെ പാസ്ബുക്ക്, ബാങ്കിന്റെ ബാലൻസ് കൂടുന്നു, അതനുസരിച്ച് നമ്മുടെ പാസ്ബുക്കിന്റെ ബാലൻസ് എന്താണ്? കൂടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കുകയല്ലേ, കാരണം ഇങ്ങനെ ഒരു പേയ്മെന്റ് നടത്തിയത് നമ്മൾ അറിയുന്നില്ലല്ലോ. സോ അപ്പൊ ഈ കൂടി നിൽക്കുന്ന പാസ്ബുക്കിലേക്ക് കുറഞ്ഞു നിൽക്കുന്ന ക്യാഷ് ബുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എങ്കിലാണ് അവിടെ എത്തുക. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആഡ് ചെയ്തേക്കുവാണോന്ന്. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ ₹4000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാങ്ക് ചാർജസ് ₹100. ബാങ്ക് ചാർജസ് നമ്മളിപ്പോ ഫോർമാറ്റ് പറഞ്ഞപ്പോ പറഞ്ഞു, നമ്മുടെ SMS ചാർജ് ആവാം, അല്ലെങ്കിൽ ATM ചാർജസ് ആവാം, ATM കാർഡിന്റെ ചാർജസ് ആവാം. ഇങ്ങനെയുള്ള ചാർജസ് ഒക്കെ ബാങ്ക് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറയുന്നു. അക്കൗണ്ടിൽ നിന്ന് കുറയുമ്പോൾ നമ്മുടെ പാസ്ബുക്കിന് എന്താ സംഭവിക്കുക? പാസ്ബുക്ക് കുറയുന്നു. പക്ഷെ ക്യാഷ് ബുക്ക് അവിടെ കൂടി നിൽക്കുകയല്ലേ. അപ്പൊ ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. നോക്കിക്കേ, ബാങ്ക് ചാർജസ് 100 ലെസ് ചെയ്തേക്കുവാണോന്ന്? ലെസ് ചെയ്തേക്കും അല്ലെ. ബാങ്ക് ചാർജസ് ₹100 നമ്മൾ ലെസ് ചെയ്തേക്കാണ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ചെക്ക് പെയ്ഡ് ടു സപ്ലയർ ഡിസോണേർഡ് ₹10,000. അപ്പം ചെക്ക് ഡിസോണർ ആവുന്ന സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് നമുക്കിപ്പോ ഒരു നമ്മുടെ ഒരു സപ്ലയർ ഉണ്ട്, മിസ്റ്റർ X എന്ന് പറഞ്ഞിട്ട് ഒരു സപ്ലയർ. നമ്മൾ അയാളുടെ കയ്യിൽ നിന്നും ഒരു ₹10,000 സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ക്രെഡിറ്റ് പർച്ചേസ്. ഇപ്പം സപ്ലയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് സാധനം സപ്ലൈ ചെയ്യുന്ന ആളല്ലേ. അപ്പൊ അത് ക്രെഡിറ്റ് പർച്ചേസ് അല്ലേ. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ നമ്മൾ ഇയാൾക്ക് എന്ത് ഇഷ്യൂ ചെയ്തു? നമ്മൾ ഇയാൾക്ക് ഇഷ്യൂ ചെയ്തു എന്താണ്? ₹10,000 ഒരു ചെക്ക് പെയ്ഡ് ടു സപ്ലയർ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ₹10,000 ഒരു ചെക്ക് നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ഈ ചെക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? നമ്മുടെ ക്യാഷ് ബുക്കിൽ ഇനി ആ ബാധ്യത ഇല്ലാന്നും പറഞ്ഞ് ഈ 10,000 എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് കാണിക്കും. പക്ഷേ ഈ പറയുന്ന ആള്, അതായത് മിസ്റ്റർ X, ഈ ചെക്കും കൊണ്ട് ബാങ്കിൽ ചെന്നപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എന്താണ്? 0 ബാലൻസ് ആണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. അപ്പൊ വണ്ടി ചെക്ക് എന്നൊക്കെ പറയാല്ലേ. അപ്പം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടിലെ ചെക്കാണ് നമ്മൾ കൊടുത്തു വിട്ടത്. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്കിൽ നിന്ന് ഈ എമൗണ്ട് കുറഞ്ഞിട്ടില്ലല്ലോ. ബാങ്കിൽ ഈ എമൗണ്ട് എന്ത് തന്നെ ചെയ്ത് നിൽക്കുകയാണ്? കൂടി തന്നെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ക്യാഷ് ബുക്കിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ എമൗണ്ട് ചെക്ക് കൊടുത്തപ്പോ തന്നെ നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾക്ക് കൂട്ടി പാസ്ബുക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് ആഡ് ബാക്ക് ചെയ്യണം. സോ നോക്കിക്കേ, ആഡ് ബാക്ക് ചെയ്തേക്കുവാണ് ₹10,000 എന്ന്. യെസ്, ചെക്ക് പെയ്ഡ് ടു സപ്ലയർ ഡിസോണേർഡ്. സപ്ലയറിന് ഡിസോണർ ആവുകയാണെങ്കിലും അതുപോലെ തന്നെ കസ്റ്റമർ തരുന്ന ചെക്ക് ഡിസോണർ ആവുകയാണെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ലോൺ ഡിഡക്റ്റഡ് ആസ് എ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. ഈ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ലോൺ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം എന്താണ് എവിടെന്നെങ്കിലും ലോണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലോണിന്റെ റീപേയ്മെന്റ് ബാങ്ക് തന്നെ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ചെയ്തോണം എന്ന് നമ്മൾ ബാങ്കിന് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ നമ്മൾ
ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡ്യൂ ഡേറ്റ് ആയപ്പോൾ 6500 റുപ്പീസിന്റെ ലോൺ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മുടെ പാസ്ബുക്കിന്റെ എമൗണ്ട് കുറയും. പക്ഷെ നമ്മൾ ഇത് ക്യാഷ് ബുക്ക് കാണിച്ചിട്ടുണ്ടോ, ഇല്ല. അതുകൊണ്ട് ക്യാഷ് ബുക്ക് കൂടി നിൽക്കുകയാണ്. അപ്പം ഈ കുറഞ്ഞു നിൽക്കുന്ന പാസ്ബുക്കിന്റെ അടുത്തേക്ക് കൂടി നിൽക്കുന്ന ക്യാഷ് ബുക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്യാഷ് ബുക്കിന്റെ എമൗണ്ടിനെ ലെസ് ചെയ്യണം. ഇപ്പൊ നോക്കാം അത് ലെസ് ചെയ്തേക്കുവാണോന്ന്. ലോൺ ഡിഡക്റ്റഡ് ആസ് എ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ. സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ലോൺ കുറച്ചേക്കുന്നു. എന്താണ്, നമുക്കത് ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ്. ഇനി നമുക്കിനി ഒരു ഒറ്റ ഐറ്റം കൂടി ഉള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ഇൻ ദ അക്കൗണ്ട്. അപ്പം നമ്മള് ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ ക്രെഡിറ്റും ഡെബിറ്റും നമ്മൾ മാറിപ്പോവാതെ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം ഈ ക്രെഡിറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും എന്താ, നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് കൂടി. അപ്പൊ നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് കൂടി, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടിയ ഒരു ഇൻട്രസ്റ്റ് എന്താ, നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാസ്ബുക്കിൽ കൂടിയിട്ടുണ്ടാവില്ലേ, ക്യാഷ് ബുക്കിൽ അത് കുറഞ്ഞു നിൽക്കുകയാണ്, നമ്മൾ അത് അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിനെ നമ്മൾ കൂട്ടി പാസ്ബുക്കിന്റെ അടുത്ത് കൊണ്ടെത്തിക്കണം അല്ലെ. അപ്പം ഈ 3000 നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ആഡ് ചെയ്യേണ്ടുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ടോട്ടൽ ഇവിടെ ആഡ് ചെയ്തു. ആൻഡ് അത് നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിച്ചു. ലെസ് ചെയ്യേണ്ടുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ ലെസ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ കാണിച്ചു. ഓക്കെ, ഈ എമൗണ്ട് ഏതാണ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. അപ്പം ഈ ക്യാഷ് ബുക്കിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടുന്ന എമൗണ്ട് ആഡ് ചെയ്ത് ലെസ് ചെയ്യേണ്ടുന്ന എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 15,100 ആണ് നമ്മുടെ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് വരുന്നത്. മനസ്സിലായില്ലേ. അപ്പം ഈ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ഇക്വൽ ആണെന്ന് നമുക്ക് നോക്കാം. യെസ്, കറക്റ്റ് ആണ് അല്ലെ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റ് ആണോ അല്ലയോ എന്ന്. അപ്പോ ഈ ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 4 ആണ്. ഓൺ കമ്പയറിംഗ് ദ ക്യാഷ് ബുക്ക് ഓഫ് Saksham with the bank passbook for the year ended 31st March 2022, the following discrepancies were not. ഇനി നമ്മൾ വായിക്കേണ്ടത് ഇതാണ്. നമ്മൾ വായിക്കേണ്ടത്, പ്രിപ്പയർ എ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ 31st March 2022 if the cash book balance on 31st March was 1,58,250. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ടിൽ നിന്നാണ്. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാവും, ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. അപ്പം ഇതെല്ലാവരും ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കാം. ഓക്കെ.